സംസ്ഥാന ബജറ്റിൽ ഇത്തവണയും താരം വിഴിഞ്ഞമാണ്. തുറമുഖവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുവാൻ പോകുന്നത് വൻ പദ്ധതികൾ. 2028ഓടുകൂടി വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ സജ്ജമാകും. ഇതോടെ തുറമുഖത്തിന്റെ വാണിജ്യ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മറ്റ് സംസ്ഥാനങ്ങൾക്കും കേരളത്തിൽ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സൗകര്യമൊരുക്കും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് കോപ്പിയുടെ മുഖചിത്രം തന്നെ വിഴിഞ്ഞം തുറമുഖമായിരുന്നു. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന അഭിമാന പദ്ധതിയായ വിഴിഞ്ഞത്തിന് കാര്യമായ കരുതലാണ് ബജറ്റിലുള്ളത്. അടിസ്ഥാന വികസന രംഗത്തും വ്യാവസായിക നിക്ഷേപത്തിലും വിഴിഞ്ഞം തുറമുഖത്തിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി 1000 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് ബജറ്റിൽ വകയിരുത്തിയത്. 2028ഓടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. തുറമുഖത്തിന്റെ വാണിജ്യ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മറ്റ് സംസ്ഥാനങ്ങൾക്കും കേരളത്തിൽ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സൗകര്യമൊരുക്കും. ഇതിനായി തിരുവനന്തപുരത്ത് ബിസിനസ് വികസന കേന്ദ്രം തുടങ്ങുന്നതിന് 100 ഏക്കർ സ്ഥലം വിനിയോഗിക്കും. വിഴിഞ്ഞം വികസന മേഖലയിൽ ആരംഭിക്കുന്ന കൺവെൻഷൻ കം എക്സിബിഷൻ സെന്ററിനായി 20 കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. തുറമുഖം സജീവമാകുന്നതോടെ സംസ്ഥാനത്തെ റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാക്കും. വിഴിഞ്ഞത്തെ കൂടി ഉൾപ്പെടുത്തിയുള്ള തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കും. ഭാവി കേരളത്തിന്റെ വികസന കവാടമാണ് വിഴിഞ്ഞം തുറമുഖം. അതുകൊണ്ട് തന്നെയാണ് ബജറ്റിലെ പ്രത്യേക പരിഗണനയും തുക വിലയിരുത്തലും. തുറമുഖം സജീവമാകുന്നതോടുകൂടി വൻ നിക്ഷേപ സാധ്യതയാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.